പരിസ്ഥിതി അനുബന്ധ ദിനങ്ങൾ. പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട ലോകത്തിൽ ആചരിക്കുന്ന പ്രധാനപ്പെട്ട ദിനങ്ങൾ ഏതൊക്കെയാണെന്നാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ആദ്യത്തെ ചോദ്യം ഫെബ്രുവരി 2 ലോക ചതുപ്പ് നിലമായിട്ടാണ് ആചരിക്കാറ്. 1971 ഫെബ്രുവരി 2 റംസാർ കരാർ ഒപ്പുവെക്കപ്പെട്ടത്. അതിൻ്റെ ഓർമ്മയ്ക്കാണ് ഫെബ്രുവരി 2 ലോക ചതുപ്പ് നില ദിനം അഥവാ വെറ്റ് ലാൻഡ് ഡേ ആയിട്ട് ആചരിക്കുന്നത്. ഫെബ്രുവരി 28 ദേശീയ ശാസ്ത്ര ദിനമാണ്. ദേശീയ ശാസ്ത്ര ദിനം അഥവാ നാഷണൽ സയൻസ് ഡേ ആണ് ഫെബ്രുവരി 28. മാർച്ച് 21 ലോക വനദിനമാണ്, വേൾഡ് ഫോറസ്റ്റ് ഡേ. മാർച്ച് 22 ലോക ജലദിനം. മാർച്ച് 23 വേൾഡ് മെറ്റീരിയോളജിക്കൽ ദിനം. അപ്പോൾ 21 വനദിനം, 22 ജലദിനം, 23 വേൾഡ് മെറ്റീരിയോളജിക്കൽ ദിനം. ഏപ്രിൽ 22 ഭൗമദിനം. മാർച്ച് 22 ജലദിനം, ഏപ്രിൽ 22 ഭൗമദിനം. മെയ് 22 മാർച്ച് 22 ജലദിനം പറഞ്ഞു, ഏപ്രിൽ 22 ഭൗമദിനം പറഞ്ഞു. മെയ് 22 ബയോഡൈവേഴ്സിറ്റി ദിനമാണ്. 2011-20 വരെ ബയോഡൈവേഴ്സിറ്റി ദശകമാണ്. 2011 മുതൽ 2020 വരെ ബയോഡൈവേഴ്സിറ്റി ദശകമായിട്ടാണ് ആചരിച്ചത്. ജൂൺ 5 നമുക്കൊക്കെ അറിയാം ലോക പരിസ്ഥിതി ദിനം. സ്വീഡനിൽ സ്റ്റോക്ക്ഹോം കോൺഫറൻസ് നടന്നത് 1972 ജൂൺ 5 അതിൻ്റെ ഓർമ്മയ്ക്കാണ് പരിസ്ഥിതി ദിനം ആചരിക്കുന്നത്. സെപ്റ്റംബർ 16 അതും നമുക്ക് അറിയുന്ന ചോദ്യമാണ്, സ്ഥിരമായിട്ട് ചോദിക്കാറുള്ളൊരു ചോദ്യമാണ്. സെപ്റ്റംബർ 16 ഓസോൺ ദിനം. മോൺട്രിയൽ പ്രോട്ടോകോൾ ഒപ്പിട്ട ദിനത്തിൻ്റെ അനുസ്മരണാർത്ഥമാണ് ഓസോൺ ദിനം സെപ്റ്റംബർ 16 ആചരിക്കുന്നത്. സെപ്റ്റംബർ 28 ഹരിത ഉപഭോക്തൃ ദിനമാണ്. ഹരിത ഉപഭോക്തൃ ദിനം അഥവാ ഗ്രീൻ കൺസ്യൂമർ ഡേ. സെപ്റ്റംബർ 28 ഗ്രീൻ കൺസ്യൂമർ ഡേ. ഒക്ടോബർ 3 വേൾഡ് ഹാബിറ്റേറ്റ് ദിനമാണ്. ഒക്ടോബർ 3 വേൾഡ് ഹാബിറ്റേറ്റ് ദിനം. ഒക്ടോബർ 4 ലോക മൃഗക്ഷേമ ദിനം. ഒക്ടോബർ 4 ലോക മൃഗക്ഷേമ ദിനം. ഒക്ടോബർ 13 പ്രകൃതി ദുരന്ത നിവാരണ ദിനമാണ്. ഒക്ടോബർ 13 പ്രകൃതി ദുരന്ത നിവാരണ ദിനം. ഇപ്പോൾ ഒരുപാട് പ്രകൃതി ദുരന്തങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അതുകൊണ്ട് തന്നെ അത് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യം തന്നെയാണ് ഒക്ടോബർ 13 പ്രകൃതി ദുരന്ത നിവാരണ ദിനം. ഇതിൽ 2-3 ചോദ്യങ്ങൾ വളരെ റിപ്പീറ്റായിട്ട് ചോദിച്ച് കണ്ടിട്ടുണ്ട്. അതിൽ ഫെബ്രുവരി 2 വെറ്റ്ലാൻഡ് ദിനം, അതേപോലെ മാർച്ച് 22 ജലദിനം, മാർച്ച് 21 വനദിനം, ഏപ്രിൽ 22 ഭൗമദിനം, മെയ് 22 ബയോഡൈവേഴ്സിറ്റി ദിനം, ജൂൺ 5 പരിസ്ഥിതി ദിനം, സെപ്റ്റംബർ 16 ഓസോൺ ദിനം. ഇത്രയും കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബാക്കിയുള്ളത് ഇമ്പോർട്ടൻ്റ് അല്ല എന്നല്ല, പക്ഷേ കൂടുതൽ വട്ടം കണ്ടിട്ടുള്ള ചോദ്യങ്ങളാണ് നമ്മളിപ്പോൾ എടുത്തു പറഞ്ഞത്. അപ്പോൾ എല്ലാവരും ഒന്നുകൂടി കേട്ട് റിവൈസ് ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക. പുതിയൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.